ഇന്ന് കടൽ ബന്ധായിരിക്കും അല്ലേ? കപ്പലെല്ലാം പാർക്ക് ചെയ്തിരിക്കുന്നു. കപ്പലല്ലടാ, മത്സ്യബന്ധന നൗക. അപ്പൊ മലയാളത്തിൽ എന്ത് പറയും? ബോട്ട്. അതെ, ഇവിടെ കണ്ണൻ ഫ്രാങ്ക് എന്ന് പറയുന്ന ഒരുത്തനുണ്ട്. അയാളെ ചെന്ന് കാണാനാ വക്കീല് പറഞ്ഞത്. ഇവിടെ ചോദിക്കാം. അതെ ചേട്ടാ, ഈ കണ്ണൻ ഫ്രാങ്ക് എന്ന് പറയുന്ന ആളെവിടെയുണ്ട്? അവിടെ നോക്കിയാ മതി. നല്ല പട്ടച്ചാരായത്തിന്റെ മണം വരും. അതും പിടിച്ചങ്ങ് പോയാ നേരെ കണ്ണൻ ഫ്രാങ്കിന്റെ അടുത്തെത്താം. ചിരിക്കും. ഇപ്പൊ കണ്ണൻ ഫ്രാങ്കിന്റെ പേര് കേട്ടാ ഏതവനൊന്നും ചിരിക്കും. പണ്ട് കാലത്ത് ഫ്രാങ്കിനെ കണ്ട ശിവന്മാരൊക്കെ പെടുക്കുമായിരുന്നു. ഇപ്പോഴും ഏത് കൊലകൊമ്പനും പെടുക്കും. ഫ്രാങ്കിനെ കണ്ട് പേടിച്ചിട്ടാ? അവന്മാർക്ക് പെടുക്കാൻ പറ്റുമ്പോ ഇരുന്നാലും വളരെ രണ്ടെണ്ണം പിന്നെ പെട്ടെന്ന് തിങ്ങി ഇനി ഓരോന്ന് പിടിപ്പിച്ചിട്ടാവാന്. പക്ഷെ ഞങ്ങൾക്കൊന്നും അറിയില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. ആളുകൾ തമ്മിൽ കൈ ഓർക്കുമ്പോ ഓരോന്ന് പിടിപ്പിക്കണോ? അതും തിന്നുപോലത്തെ സ്പെഷ്യൽ വെട്ടിരുന്നു. ഇതിലൊക്കെ ഓർക്കൊരു കരുത്ത് വരുവാണത്. മറ്റേ പിടി പൂക്കൾ സത്യവാ പിടി ഒറ്റ വലി. അതാണ് ഉത്തമം. ഞാൻ എന്റെ കരുത്ത് തെളിയിച്ചിരുന്നു. അയ്യോ, പ്രാവ് കടിച്ച പോലെ കിടക്കുന്നത്. അയ്യോ ചിരിക്കല്ലേ. ഇത് കഴിച്ചതിന് തിരിച്ചാ പിന്നെ ചിരി നിർത്താൻ പറ്റൂല. ബസ് സ്റ്റോപ്പിലുള്ള ബസ് വരും. എന്നാ ഫുൾ സ്റ്റോപ്പിൽ നിന്ന് ഫുള്ള് വരുമോ? പോട്ടെ, ഒരു സ്പൈസെങ്കിലും വരുമോ? നമ്മളെങ്ങോട്ടാ പോണത്? എങ്ങനെയാണ് താക്കോല്? നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. എന്നെ ഹടാതാണ്. മാഷ് ഇവിടെ കിടക്ക്. ഞാൻ നേരെ പഴ വരാന്ന് വിളിക്കുമ്പോ വിളിക്കാം. നമോവാകം. ആയിക്കോട്ടെ. എന്താ എന്നെ കോളൊന്നും കിട്ടിയില്ലേ? മറ്റേ കടലിൽ കോള് കൊടുക്കുന്നുണ്ട്. മറ്റേ കാറ്റും തിരിച്ചോടുന്നു. പെട്ടെന്നായിട്ട് ഇങ്ങോട്ട് വരുന്നത്. അന്നത്തെ പോലെ കണക്ക് കഥാപ്പൊന്ന് പറഞ്ഞോണ്ടാ. നേരത്തെ പറഞ്ഞു നന്നായി. അന്ന് ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടെന്നറിയാം. ആശാനൊരു വെച്ചില്ല. അതിന്റെ കാറ്റിലെ ഒരു ഉന്മേഷത്തോടില്ലാത്തതുകൊണ്ട് ഒരു വല്ലായിരുന്നു കുറവ്. ഓ, എന്റെ മോളെ ദൈവം രക്ഷിക്കട്ടെ. ആറാനുമുട്ടത്തെ പെണ്ണും ഏതോ ഒരു വരുത്തമായിട്ട് പിന്തുണപ്പിക്കാൻ നിങ്ങൾക്ക് നാനാഭിമാനില്ലേ? നാനാഭിമാനില്ലേ എന്ന് ചോദിക്കണ